ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ ജനപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ, വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സമാരാധ്യനായ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് ബാലേരി, FITUവിൻ്റെ 2 ദിവസമായി നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ സമാപന സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് ഭാരവാഹികളുടെ പ്രഖ്യാപനം നിർവഹിക്കുന്ന FITUവിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ജോസഫ് ജോൺ, ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച FITUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്നീം അമ്പാട്, ഈ സമ്മേളനത്തിൽ അഭിവാദ്യ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ്, FITU സംഘടിപ്പിച്ചിട്ടുള്ള ഈ പൊതുസമ്മേളനത്തിലേക്ക് അഭിവാദ്യം അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അസറ്റിന്റെ ചെയർമാൻ S ഖമറുദ്ദീൻ, കേരളത്തിലെ ചലിക്കുന്ന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ കരുത്തനായ നേതാവ് ലബീബ് കായക്കൊടി, കേരളത്തിലെ കരുത്തുറ്റ വിമൺ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ കരുത്തുറ്റ നേതാവ് ഉമൈറ, പ്രവാസി വെൽഫെയർ ഫോറത്തിന്റെ നേതാവ് ജാബിർ വടക്കങ്കര, ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട FITUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ, വെൽഫെയർ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് അധീഖ് ശാന്തപുരം, നന്ദി പ്രകാശിപ്പിക്കുന്ന ഉസ്മാൻ PH, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന പ്രമുഖരായ വ്യക്തിത്വങ്ങളെ, എന്നെ കേൾക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, മാധ്യമ സുഹൃത്തുക്കളെ, ഈ നാട്ടിലെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, ഏവർക്കും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് സംസ്ഥാന കമ്മിറ്റിയുടെ വിപ്ലവ ആശംസകൾ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ FITUവിൻ്റെ 3ാം സംസ്ഥാന സമ്മേളനം നടത്താൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായും ഞങ്ങളുടെ അഭിമാനകരമായ ഒരു പോരാട്ടവുമായി ഈ സമ്മേളനം മാറുമെന്നുള്ള കാര്യത്തിലും വലിയ അഭിമാനം തോന്നുകയാണ്. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തൊഴിലാളി പക്ഷ നിലപാടുകൾ എടുത്തുകൊണ്ട്, തെരുവിൽ സമരം ചെയ്തുകൊണ്ട്, രാജ്യത്തെ ഭരണാധികാരികളുടെ മുമ്പിൽ സമരം ചെയ്തുകൊണ്ട്, തൊഴിലാളികൾക്ക് വേണ്ടി നിരന്തരമായ ശബ്ദമുയർത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രൗഢോജ്വലമായ സമ്മേളനത്തിന്റെ, പ്രതിനിധി സമ്മേളനത്തിന്റെ പര്യവസാനം കുറിച്ചുകൊണ്ടുള്ള പ്രകടനവും പൊതുസമ്മേളനവുമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, FITUവിൻ്റെ 3ാം സംസ്ഥാന സമ്മേളനം അത് എവിടെ വെച്ച് നടത്തണമെന്ന് ഞങ്ങൾ ആലോചിച്ചിരുന്നു. ആ ആലോചനയിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായി ഞങ്ങളുടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടത് ഈ സമ്മേളനം നടക്കേണ്ടത് മലപ്പുറത്തിന്റെ മണ്ണിലായിരിക്കണമെന്നാണ്. അതിന് കാരണമുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ രാജ്യ സാഹചര്യം നമ്മുടെ പല ഓർമ്മകളെയും പൊടിതട്ടിയെടുത്തുകൊണ്ട് സമൂഹത്തിൽ വീണ്ടും അവതരിപ്പിക്കുക എന്നുള്ളതാണ്. മലപ്പുറം എന്ന് പറയുമ്പോൾ അതിന് നവോത്ഥാനത്തിന്റെ ഒരു ഉജ്ജ്വലമായ പാരമ്പര്യമുള്ള ഒരു മണ്ണാണ്. നവോത്ഥാനത്തിന്റെ ഉജ്ജ്വലമായ പാരമ്പര്യമുള്ള ഒരു മണ്ണാണ് മലപ്പുറം. ഒരുപക്ഷെ ചരിത്രത്തിലെ പല സംഭവങ്ങളെയും വക്രീകരിച്ചുകൊണ്ട്
ചരിത്രത്തെ വികലമാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് നിങ്ങൾ പറയുന്ന ചരിത്രമല്ല മലപ്പുറത്തിൻ്റെതെന്ന് വിളിച്ചു പറയാൻ കൂടിയാണ് തൊഴിലാളി പ്രസ്ഥാനം തയ്യാറാകുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, മലപ്പുറത്തിന്റെ മണ്ണിൽ നമ്മുടെ കേരളത്തിന്റെ, കൊച്ചു കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ഉജ്ജ്വലമായ സമര പരമ്പരകളുടെ ഒരുപാട് ഏടുകൾ തീർത്ത ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, ബ്രിട്ടീഷ് മാടമ്പിമാരും ഇവിടത്തെ സവർണ ജന്മി തമ്പുരാക്കന്മാരും ഈ പ്രദേശത്തെ സാധാരണ മനുഷ്യരെ അടിച്ചമർത്തിക്കൊണ്ട് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മനുഷ്യരായി പോലും പരിഗണിക്കാതെ ഈ രാജ്യത്ത് അവരോടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടർന്നപ്പോ ഒരു തൊഴിൽ സമൂഹം എന്ന നിലയിൽ മലപ്പുറത്തെ ഈ പെരിന്തൽമണ്ണയിലെ അടക്കമുള്ള കർഷക ജനതയോട്, ആദിവാസികളോടും ദലിതരോടും പിന്നോക്ക വിഭാഗങ്ങളോടും മൃഗീയ സ്വഭാവത്തിൽ പെരുമാറിയ ബ്രിട്ടീഷ് മാടമ്പിമാരോടും സവർണ ഭൂജന്മിമാരോടും പോരാടിയ ഒരു മണ്ണുകൂടിയാണ് മലപ്പുറത്തിന്റെ മണ്ണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നവോത്ഥാനത്തിന്റെ ഉജ്ജ്വലമായ പ്രക്ഷോഭം, മലബാർ പ്രക്ഷോഭം 1921-22 കാലങ്ങളിൽ ഈ പ്രദേശത്തെ കർഷക തൊഴിലാളികളുടെ, സാമാന്യ മനുഷ്യർക്ക് മേൽ നികുതികളും മറ്റും അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിത സാഹചര്യം മുന്നോട്ട് പോകാതിരുന്ന അവസരത്തിലാണ് മലബാറിന്റെ മണ്ണിൽ, മലപ്പുറത്തിന്റെ മണ്ണിൽ, ഈ പെരിന്തൽമണ്ണയുടെ മണ്ണിൽ പ്രിയപ്പെട്ടവരെ, നവോത്ഥാനത്തിന്റെ ഉജ്ജ്വലരായ നേതാക്കൾ മണ്ണിന്റെ അവകാശത്തിന് വേണ്ടി, ജനിച്ച മണ്ണിൽ മരിക്കുവോളം ജീവിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി നികുതി ഭീകരത രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ട് മലബാറിന്റെ മണ്ണിൽ നടത്തിയ മലബാർ പ്രക്ഷോഭം, നവോത്ഥാനത്തിന്റെ ഉജ്ജ്വലമായ പ്രക്ഷോഭത്തെ FITU ഏറ്റെടുക്കുകയാണ്. ആ പ്രക്ഷോഭത്തെ വികലമാക്കാനും ആ പ്രക്ഷോഭത്തിന്റെ മുമ്പിലേക്ക് നിന്ന നേതൃത്വങ്ങളെയും വർഗീയവൽക്കരിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുവാൻ സമ്മതിക്കില്ല ഇവിടുത്തെ തൊഴിലാളി പ്രസ്ഥാനമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ചരിത്രമുറങ്ങുന്ന പെരിന്തൽമണ്ണയുടെ മണ്ണിൽ ഇത്തരമൊരു സമ്മേളനം നടത്തിക്കൊണ്ട് നമ്മുടെ പൂർവികർ ഈ രാജ്യത്തെ മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നികുതി ഭീകരതക്കെതിരായി നടത്തിയിട്ടുള്ള ഐതിഹാസികമായ പോരാട്ടത്തിന്റെ മണ്ണിൽ FITUവിന്റെ 3ാം സമ്മേളനം നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതാ. മറ്റൊന്നുകൂടിയുണ്ട് ഈ മണ്ണിന്റെ ഒരു ചരിത്രം. എന്താണ് പ്രിയപ്പെട്ടവരെ? നമുക്കറിയാം, ഇന്ന് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിന്റെ കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ജനിച്ച മണ്ണുകൂടിയാണ് ഈ പെരിന്തൽമണ്ണ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ 1957 ലോകത്താദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഈ രാജ്യത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഒരുപാട് മുദ്രാവാക്യങ്ങൾ സമ്മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു സർക്കാർ, നിങ്ങൾ കൊയ്യും വയലെല്ലാം നിങ്ങളുടേതാകും പൈങ്കിളിയെ എന്ന് പാടിക്കൊണ്ട് അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ, തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്ന സർക്കാർ, ഇടതുപക്ഷ സർക്കാർ. ആ സർക്കാരിന്റെ
ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാട് ജനിച്ച ഏലംകുളത്തിന്റെ മണ്ണുകൂടിയാണ് ഈ പെരിന്തൽമണ്ണ എന്ന് ഞങ്ങൾ അറിയുകയാണ്. അതുകൊണ്ട് ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ഇടതുപക്ഷ സർക്കാരുകൾ രാജ്യത്തെ തൊഴിലാളികളോടും അടിസ്ഥാന ജനവിഭാഗങ്ങളോടും നടത്തിയ വഞ്ചനാപരമായ നിലപാടുകളെയും ഈ മണ്ണിന്റെ മുമ്പിൽ വന്നുകൊണ്ട്, ഈ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ഇടതുപക്ഷം ഈ കേരളത്തോട് കാണിച്ച നീതികേടിനെ കൂടി പറയാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ 3-ാം സംസ്ഥാന സമ്മേളനം ഇവിടെ നടത്താൻ തീരുമാനിച്ചത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ സമ്മേളനത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, FITUവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് FITU. നമ്മുടെ രാജ്യത്ത് ഒരുപാട് തൊഴിലാളി പ്രസ്ഥാനങ്ങളുണ്ട്, നിരവധിയായ തൊഴിലാളി പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷേ അവരൊന്നും ഈ കാലത്ത് നമ്മുടെ രാജ്യത്തെ ഗണ്യമായ തൊഴിൽ വിഭാഗങ്ങളിൽപ്പെടുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തെ പുത്തൻ സാമ്പത്തിക നയം, ആഗോളവൽക്കരണവും ഉദാരവൽക്കരണ നയങ്ങളും രാജ്യത്തെ തൊഴിലാളികളെ വലിയ പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുപോയത്. അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, തൊഴിലിന്റെ സെക്യൂരിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതിന്റെ സ്ഥിരത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതിലൂടെ ലഭ്യമാകുന്ന അവരുടെ ജീവിത മുന്നേറ്റം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്ത് ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയതിന്റെ ഫലമായി ഈ രാജ്യത്തെ തൊഴിൽ മേഖലകളിൽ നിന്നെല്ലാം ഈ രാജ്യത്തെ ദലിതുകളും ആദിവാസികളും പിന്നോക്ക ജനവിഭാഗങ്ങളും അടക്കുന്ന ഗണ്യമായ തൊഴിൽ വിഭാഗം അത്തരം മേഖലകളിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു. ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടവും കോർപ്പറേറ്റ് മാഫിയകളും ഉദ്യോഗസ്ഥ പ്രമാണിമാരും ചേർന്ന അവിശുദ്ധ കൂട്ടുകെട്ട് നമ്മുടെ രാജ്യത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. ചങ്ങാത്ത മുതലാളിത്തം അതിന്റെ ഏറ്റവും ഉഗ്രമായ അവസ്ഥയിൽ തുള്ളിക്കൊണ്ടിരിക്കുന്ന സമകാലീന രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് FITUവിന്റെ 3-ാം സമ്മേളനം നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തെ ഏതൊരു രാജ്യത്തിന്റെയും പുരോഗതിയുടെ ആധാരശില എന്ന് പറയുന്നത് ആ രാജ്യത്തെ തൊഴിലാളികളാണ്. തൊഴിലാളികൾക്ക് അന്തസ്സ് നൽകുന്ന ഭരണാധികാരികൾ ഒരു രാജ്യത്തിന്റെ ഏറ്റവും നല്ല ഭരണാധികാരികളായി നമുക്കവരെ വിശേഷിപ്പിക്കാൻ കഴിയും. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ രാജ്യത്തെ തൊഴിലാളികൾക്ക് അന്തസ്സ് നൽകാത്തവരാണ്. അവർ നൂറ്റാണ്ടുകളായി നേടിയെടുത്ത തൊഴിലവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഭരണാധികാരികളാണ് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തെ തൊഴിൽ സാഹചര്യം, തൊഴിലിടങ്ങൾ വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണണം. ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണേണ്ട മണ്ണ്, അതിനുവേണ്ടി നേതൃത്വം കൊടുക്കേണ്ട നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തടവറകളിലാണ്. അവർക്ക് ശബ്ദിക്കാൻ കഴിയുന്നില്ല. കാരണം അവർ ശബ്ദിച്ചാൽ ഭരണകൂടവും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ പ്രമാണിമാരും ഇവിടത്തെ കോർപ്പറേറ്റുകളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ അവർക്ക് ശബ്ദിക്കേണ്ടി വരും. അവർക്ക് ശബ്ദിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യ സാഹചര്യം പുതിയൊരു തൊഴിലാളി പ്രസ്ഥാനത്തെ ആവശ്യപ്പെടുകയാണ്. ഈ രാജ്യത്തെ അസംഘടിത മേഖലയിലുള്ള കോടിക്കണക്കിന് തൊഴിലാളികളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യത്ത് ഒരു തൊഴിലാളി പ്രസ്ഥാനം ആവശ്യമാണ്. ഇന്നും അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികളുടെ ഒരു ദിവസത്തെ വേതനം 200 രൂപയാണെന്ന് നമ്മൾ കാണേണ്ടി വരും. നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും
തൊഴിലെടുത്താൽ അവർക്ക് കൂലി ലഭ്യമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരം തൊഴിലാളികൾക്ക് വേണ്ടി നമുക്ക് ശബ്ദിക്കേണ്ടതുണ്ട്. FITUവിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ തൊഴിലാളികൾ ആ തൊഴിലാളികളുടെ സാമൂഹ്യ നീതിക്ക് വേണ്ടി, അവരുടെ പുരോഗതിക്ക് വേണ്ടി, അവരുടെ സാമ്പത്തികപരമായ ഉന്നമനത്തിന് വേണ്ടി, അവർ തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന വിവേചനങ്ങൾക്കെതിരായി ശബ്ദിക്കാൻ വേണ്ടിയാണ് FITU രാജ്യത്ത് പിറവി കൊണ്ടത്. തീർച്ചയായും കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ ഞങ്ങളുടെ തൊഴിലാളി അനുഭവങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ സംഘടനാ അനുഭവങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ ഭരണാധികാരികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വിവേചനങ്ങൾക്കെതിരെ ശബ്ദിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തെരുവിൽ ശബ്ദിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ഓർക്കേണ്ടതാണ്, നിങ്ങൾ ഒരു തൊഴിലാളി പക്ഷ നിലപാടുള്ള ഒരു സർക്കാരാണെന്നാണ് വെപ്പ്. തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് നിങ്ങളുടേതെന്നാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ രാജ്യത്തെ ഗണ്യമായ അസംഘടിത മേഖലയിലുള്ള ഒരുപാട് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് മേൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും അവർക്കെതിരായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സമീപകാല പല തീരുമാനങ്ങളെയും നമ്മൾ നോക്കിക്കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഞാൻ ദീർഘമായ ഒരു പ്രഭാഷണങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ ബഹുമാന്യരായ ഒരുപാട് നേതാക്കന്മാർ ഇവിടെ സംസാരിക്കാനുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് വന്ന ഒരുപാട് നേതൃത്വങ്ങളുണ്ട്, അവരും സംസാരിക്കേണ്ടതാണ്. 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞവസാനിപ്പിക്കുകയാണ്. FITUവിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ പ്രത്യേകമായ ചില തൊഴിൽ മേഖലകളിൽ ഞങ്ങൾ പ്രത്യേകമായ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ആ മേഖലയിലുള്ള തൊഴിലാളി സംഘാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി അവശത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് മത്സ്യത്തൊഴിലാളി മേഖല. ഒരുപക്ഷെ പിണറായി വിജയൻ ഗവൺമെന്റിനെ പിടിച്ചു നിർത്തുന്നതിൽ, കേരളത്തിൽ അവർ അധികാരത്തിൽ വരുന്നതിന് ഒരു തൊഴിൽ സമൂഹം എന്ന നിലയിൽ, ഒരു സമുദായം എന്ന നിലയിൽ, ഒരു ജനവിഭാഗം എന്ന നിലയിൽ, ഒരു പ്രത്യേകമായ സവിശേഷമായ ഒരു ജനവിഭാഗം എന്ന നിലയിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ഏറ്റവും അധികം പിന്തുണ കൊടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, ആ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് അതിജീവനത്തിന് വേണ്ടി സമരം ചെയ്യേണ്ട ഒരു ഗതികേടിലാണ്. എന്താണ് അവർ സമരം ചെയ്യേണ്ടി വരുന്നത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളെല്ലാം കച്ചവട കണ്ണോടുകൂടി, അവർ താമസിക്കുന്ന ഇടങ്ങളിൽ കച്ചവട കണ്ണോടുകൂടി ഭൂമാഫിയകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വികസനത്തിന്റെ പേരിൽ, തീരദേശ ഹൈവേയുടെ പേരിൽ ഈ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾ ജനിച്ച മണ്ണിൽ നിന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വരുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. നമ്മുടെ തീരദേശ റോഡിനോട് അനുബന്ധിച്ച് 50 മീറ്ററും അല്ലെങ്കിൽ 100 മീറ്ററും 200 മീറ്ററും 500 മീറ്ററിനും അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഹൈവേ പോകുമ്പോൾ പോലും മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ കൂടി ദേശീയപാത വേണമെന്ന് ഇടതുപക്ഷ സർക്കാർ തീരുമാനിക്കുന്നു. FITU പറയാൻ ആഗ്രഹിക്കുന്നു, പിണറായി വിജയന്റെ മുമ്പാകെ FITU പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഈ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികളെ അവരുടെ ആവാസ മേഖലയിൽ നിന്ന് പറഞ്ഞുവിടാൻ തയ്യാറെടുക്കുന്ന ഏത് പ്രഖ്യാപനങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാൻ ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളോടൊപ്പം നിന്ന് സമരം ചെയ്യുവാൻ FITUവിന്റെ സംഘടനാ സംവിധാനം തയ്യാറാകുമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ശക്തമായ മുന്നറിയിപ്പാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ രാജ്യത്ത് ഭരിക്കണോ വേണ്ടോയോ എന്ന് ഈ രാജ്യത്തെ തൊഴിലാളികൾ തീരുമാനിക്കുമെന്ന് കൂടിയാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഈ രാജ്യത്തെ ബിൽഡിംഗ് മേഖല 35 ലക്ഷത്തോളം ആളുകൾ, കേരളത്തിൽ 20 ലക്ഷത്തോളം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ് ബിൽഡിംഗ് മേഖല. ആ മേഖല ഇന്ന് വലിയ പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമില്ല. ഏതൊരു വൻകിട കമ്പനിക്കും ബിൽഡിംഗ് മേഖലയിലെ അസംസ്കൃത വസ്തുക്കൾക്ക് എപ്പോഴും വില കൂട്ടാമെന്ന് പറയുന്ന തീരുമാനം നടപ്പിലാക്കുന്നു. കേരള സർക്കാർ മിണ്ടുന്നില്ല, കേന്ദ്ര സർക്കാർ മിണ്ടുന്നില്ല, അവർക്ക് വേണ്ടി ശബ്ദിക്കുന്നില്ല.
അവരും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന തൊഴിലാളി വിഭാഗമാണ്. പക്ഷെ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇടതുപക്ഷ സർക്കാരില്ല. പ്രിയപ്പെട്ടവരെ, FITUവിന്റെ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ലേബേഴ്സ് യൂണിയൻ ആ വിഷയത്തിൽ ശക്തമായി തെരുവുകളിലുണ്ട്. കേരളത്തിലെ ഇതര തൊഴിലാളി പ്രസ്ഥാനങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ട് ആ മേഖലയിലും ഞങ്ങൾ ശക്തമായ സമര സംഘാടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഗണ്യമായ മറ്റൊരു തൊഴിൽ മേഖലയാണ് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ. വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയുകയാണ്, ഇന്നും കേരളത്തിലെ എണ്ണം പറഞ്ഞ ഒരു തൊഴിലാളി പ്രസ്ഥാനമായി ടൈലറിംഗ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ FITUവിനെ മാറ്റി തീർക്കാൻ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നത് അഭിമാനത്തോടു കൂടി ഓർക്കുകയാണ്. കാറ്ററിംഗ് ആൻഡ് ഹോട്ടൽ വർക്കേഴ്സ് യൂണിയൻ FITUവിന്റെ അഭിമാനകരമായ യൂണിയനാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ആ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളി വിഭാഗത്തിന്റെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങളുമുണ്ട്. ഈ രാജ്യത്തെ വഴിയോര കച്ചവട മേഖലയിലുള്ള തൊഴിലാളികൾ FITUവിലേക്ക് അണിചേർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ മേഖലയിലുള്ള ഒരുപാട് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു സംഘടനയായി ഞങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നിരവധി ട്രേഡ് യൂണിയനുകളുമായി അതിന്റെ ശക്തമായ സംഘാടന പ്രവർത്തനം കഴിഞ്ഞ 10 വർഷക്കാലമായി നടത്തിക്കൊണ്ട് അതിന്റെ ചരിത്രപരമായ 3ാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് നിൽക്കുമ്പോൾ കേരളത്തിലെ തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന എണ്ണം പറഞ്ഞ ഒരു തൊഴിലാളി പ്രസ്ഥാനമായി FITUവിനെ മാറ്റി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി പണിയെടുത്ത നൂറുകണക്കിന്, എന്റെ മുമ്പിലിരിക്കുന്ന നൂറുകണക്കിന് തൊഴിലാളികളെ FITUവിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്ക് ഈ പ്രസ്ഥാനത്തെ കേരളത്തിന്റെ മുൻനിരയിലുള്ള തൊഴിലാളി പ്രസ്ഥാനമാക്കി മാറ്റാൻ കഴിയണം. അതിനുവേണ്ടി നാളെ മുതൽ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട്, നമുക്കറിയാം നമ്മുടെ രാജ്യം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയും കൂട്ടരും രാജ്യത്തെ തൊഴിലാളികൾ നേടിയെടുത്ത തൊഴിലവകാശങ്ങൾ, നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് തൊഴിലാളികളുടെ സമരങ്ങൾക്ക്. ചോര കൊടുത്തും ജീവൻ കൊടുത്തും ജയിൽവാസം അനുഷ്ഠിച്ചും തൊഴിലാളികൾ നേടിയെടുത്ത തൊഴിലവകാശങ്ങൾ, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന് പറയുന്ന മഹത്തായ മുദ്രാവാക്യത്തിനു വേണ്ടി ഈ രാജ്യത്തെയും ലോകത്തെയും തൊഴിലാളികളുടെ പൂർവികന്മാർ നേടിയെടുത്ത അവകാശങ്ങൾ, ആ അവകാശങ്ങൾ ഇന്ന് റദ്ദ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. 27ഓളം തൊഴിൽ നിയമങ്ങളെ 4 കോടികളാക്കി തിരിച്ചുകൊണ്ട് തൊഴിലാളികളുടെ തൊഴിലവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നു. 8 മണിക്കൂർ ജോലി എന്നത് 12 മണിക്കൂറും 15 മണിക്കൂറും ആക്കി തീർക്കുന്നു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും പ്രതിഷേധമില്ല, ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്കും പ്രതിഷേധമില്ല. അവിടെയെല്ലാം പ്രതിഷേധമായി രാജ്യത്തെ തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ശബ്ദമാവാൻ FITU ഉണ്ട്. ലോകത്തെ തൊഴിലാളികളുടെ ചരിത്രം എന്ന് പറയുന്നത് അത് പോരാട്ടങ്ങളുടെ ചരിത്രമാണ്. ആ പോരാട്ടങ്ങളുടെ ചരിത്രത്തെ വീണ്ടെടുക്കാൻ തൊഴിലാളി പ്രസ്ഥാനം തയ്യാറാകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ജനിക്കുന്നത് സ്വതന്ത്രരായാണ്. പക്ഷെ നമ്മളെല്ലാം, അല്ലെങ്കിൽ ലോകത്തെ തൊഴിലാളികളെല്ലാം ചങ്ങലകളിൽ ബന്ധസ്ഥരാക്കപ്പെട്ടിരിക്കുന്നു. ആ ചങ്ങലകളെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് പോകേണ്ട ഒരു സന്ദർഭമാണ് രാജ്യത്തെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം. ലോകത്തെ തൊഴിലാളികൾ അത്തരം ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞ ചരിത്രമാണ് തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കുള്ളത്. FITU അത്തരം ചരിത്രപരമായ മുന്നേറ്റം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ തയ്യാറാകുകയാണ്. ആ ചരിത്രപരമായ പോരാട്ടത്തിന് നിങ്ങളേവരെയും FITUവിന്റെ സംഘടനാ പ്രവർത്തനത്തിന്, അതിന്റെ മുന്നോട്ട് പോക്കിന് എല്ലാവിധ നിങ്ങളുടെ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.